സംസ്ഥാനം പനിഭീതിയിൽ. ജില്ലയിൽ പകർച്ചവ്യാധികൾ പെരുകുന്നു. പ്രധാന വാർത്തകളിലേക്ക്. ജില്ലയിൽ പകർച്ചവ്യാധികൾ പെരുകുന്നു. 101 പേർക്ക് ജില്ലയിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ജാഗ്രത പാലിക്കാൻ ആരോഗ്യവകുപ്പിന്റെ കർശനമായ നിർദ്ദേശം. നെഹ്റുവിന്റെ വായനാശീലം കുട്ടികൾക്ക് പകർന്നുകൊണ്ട് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. മേലാങ്കോട്ട് ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ച ജില്ലാതല വായനാവാരം പരിപാടി മന്ത്രി ഉദ്ഘാടനം ചെയ്തു. റിയാസ് മൗലവി വധക്കേസിൽ പ്രതികൾക്കെതിരെ അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 89ാം ദിവസം തന്നെ കുറ്റപത്രം സമർപ്പിച്ചതിനാൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കില്ല. പരവനടുക്കത്ത് പ്രിയദർശിനി മന്ദിരത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങ് സംഘടിപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. രാജേഷ് വധശ്രമക്കേസിലെ പ്രതികൾ ലക്ഷ്യമിട്ടത് ഇരട്ടക്കൊലക്കേസിലെ പ്രതിയെ വധിക്കാനാണെന്ന് പോലീസിന് മൊഴി നൽകിയതായി സൂചന. പിടിയിലായ 3 പ്രതികളെയും കാസർഗോഡ് CGM കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. പകർച്ചവ്യാധികൾ പെരുകിയതോടെ ജില്ലയിൽ വ്യാപകമായി പനി പടരുന്നു. 101 പേർക്ക് ജില്ലയിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 7 പേരുടെ നില ഗുരുതരമാണ്. പഞ്ചായത്തുകളിൽ വാർഡുകൾ കേന്ദ്രീകരിച്ച് കൊതുക് കൂത്താടികളെ നശിപ്പിക്കാൻ അധികൃതർ കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മാലിന്യങ്ങൾ പെരുകിയതും പെരുകിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ കർശനമായ നടപടികൾ അധികൃതർ സ്വീകരിക്കാത്തതുമാണ് ജില്ലയിൽ പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതിന് കാരണമായത്. കഴിഞ്ഞ വർഷം പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണത്തേക്കാൾ വർധനയാണ് ഇപ്രാവശ്യം സംസ്ഥാനത്തുള്ളത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 115ലധികം പേരാണ് പനി ബാധിച്ച് മരിച്ചത്. ജില്ലയിലും പകർച്ചവ്യാധി മൂലം രോഗബാധിതരുടെ എണ്ണം ക്രമാതീതമായി പെരുകുകയാണ്. ജില്ലയിലെ മിക്ക ആശുപത്രികളിലും 100 കണക്കിന് ആളുകളാണ് ചികിത്സ തേടിയെത്തുന്നത്. ജില്ലയിൽ 101 പേർക്ക് ഡെങ്കിപ്പനി ബാധിച്ചതായി റിപ്പോർട്ടുണ്ട്. 7 പേരുടെ നില ഗുരുതരമാണ്. 409 പേർ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. ഈ സാഹചര്യത്തിൽ കനത്ത ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പുമുണ്ട്. പകർച്ചവ്യാധി പെരുകാൻ കാരണമാകുന്ന വൃത്തിഹീനമായ അന്തരീക്ഷം എത്രയും പെട്ടെന്ന് ശുചീകരിക്കാനും നിർദ്ദേശമുണ്ട്. പലയിടങ്ങളിലും രാഷ്ട്രീയ നേതാക്കളും സന്നദ്ധ സംഘടനകളും മറ്റും ശുചീകരണവുമായി രംഗത്തുണ്ട്. കൊതുക് കൂത്താടികൾ പെരുകുന്ന റബ്ബർ തോട്ടങ്ങളിലും കവുങ്ങിൻ തോട്ടങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കാൻ പൊതുജനങ്ങളും തയ്യാറാകണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. മലയോരത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലെല്ലാം രോഗബാധിതരുടെ വരവിന് ശമനമില്ല. എന്നാൽ ആശുപത്രികളിലും ആവശ്യമായ ഡോക്ടർമാരില്ലാത്തതിനാൽ ജനങ്ങളും ആശങ്കയിലാണ്. ഭയാനകമായ അവസ്ഥ സംസ്ഥാനത്തിൽ നിന്നും ആശങ്ക പരത്തി ആരെയും ഭയപ്പെടുത്തരുതെന്നും ആരോഗ്യമന്ത്രി KK ശൈലജ പ്രതികരിച്ചു. നഗരസഭകളിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രമില്ലാത്ത വാർഡുകളിൽ 25 വീടുകൾക്ക് 3 പേർ എന്ന നിലയിൽ സ്ക്വാഡ് രൂപീകരിച്ച് കൊതുക് നശീകരണം നടത്താൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. നെഹ്റുവിന്റെ വായനാശീലം കുട്ടികൾക്ക് പകർന്നുകൊണ്ട് ജില്ലാതല വായനാവാരം പരിപാടി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിലാണ് ജില്ലാതല വായനാവാര ചടങ്ങ് നടത്തിയത്. വായനയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയ മന്ത്രി നെഹ്റുവിന്റെ വായനാശീലവും സൂക്ഷ്മ നിരീക്ഷണങ്ങളും കുട്ടികളുമായി പങ്കുവച്ചു. നെഹ്റുവിന്റെ സൂക്ഷ്മ നിരീക്ഷണങ്ങൾ നാം പാഠമാക്കേണ്ടതാണെന്ന ഉപദേശവും മന്ത്രി കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. അക്ഷരം അറിവാണ് അല്ലേ? അക്ഷരം അറിവാണ്. അപ്പോ അറിവുണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഉറക്കെ പറ. പുസ്തകം വായിക്കണം. കാണേണ്ടത് കാണാനും കേൾക്കേണ്ടത് കേൾക്കാനും പറയേണ്ടത് പറയാനും ആർക്കാകണം? നമുക്കെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്കാവണം. നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്കാകണം. ചടങ്ങിൽ K കുഞ്ഞിരാമൻ MLA അധ്യക്ഷത വഹിച്ചു. M രാജഗോപാലൻ MLA, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, പ്രൊഫസർ KP ജയരാജൻ, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, PVK പനയാൽ തുടങ്ങിയവർ സംസാരിച്ചു. റിയാസ് മൗലവി വധക്കേസിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യതയില്ലാതാക്കി 89ാം ദിവസം അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 50 തൊണ്ടിമുതലുകളും 45 രേഖകളും കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. 100 പേരെ സാക്ഷിപ്പട്ടികയിലും ഉൾപ്പെടുത്തി. കൊലപാതകം, ആരാധനാലയം മലിനപ്പെടുത്തൽ, വർഗീയ കലാപത്തിന് ശ്രമിക്കൽ തുടങ്ങി 6 വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. റിയാസ് മൗലവി വധക്കേസിലാണ് 89ാം ദിവസം തന്നെ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. 1000 പേജുള്ള കുറ്റപത്രം കാസർഗോഡ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ സംഘം തലവൻ ഡോക്ടർ A ശ്രീനിവാസ സമർപ്പിച്ചു.
പ്രത്യേക അന്വേഷണ സംഘത്തിൽപ്പെട്ട തളിപ്പറമ്പ് CI PK സുധാകരനും മറ്റ് സ്ക്വാഡ് അംഗങ്ങളും ഒപ്പമുണ്ടായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് 89-ാം ദിവസത്തിനകം തന്നെ കുറ്റപത്രം സമർപ്പിച്ചതിനാൽ പ്രതികൾക്കാർക്കും ഇനി ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ല. കേസ് എത്രയും പെട്ടെന്ന് തന്നെ വിചാരണ ചെയ്യാനും സാധിക്കും. കേസിൽ ദൃക്സാക്ഷികളടക്കം 100 സാക്ഷികളാണുള്ളത്. 50 തൊണ്ടിമുതലുകളും 45 രേഖകളും കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകൾ, DNA പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള രേഖകളാണ് ഇതിലുള്ളത്. കൊലപാതകത്തിൽ ഗൂഢാലോചന നടന്നിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. 1000-ഓളം പേജിൻ്റെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. 137 സാക്ഷികളെ കേസിൻ്റെ അന്വേഷണാവസ്ഥയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. 100ഓളം ആൾക്കാരനെ ചാർജ് ഷീറ്റിൽ ട്രയൽ സമയത്ത് വിസ്തരിക്കാൻ വേണ്ടിയിട്ട് ചാർജ് ഷീറ്റിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. 50ഓളം മുതലുകളും 45ഓളം രേഖകളും ചാർജ് ഷീറ്റിനൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. 90 ദിവസത്തിനുള്ളിൽ തന്നെ ചാർജ് ഷീറ്റ് സമർപ്പിക്കാൻ വേണ്ട ആവശ്യമുള്ള പ്രോസിക്യൂഷൻ സാങ്ഷൻ തന്നതിനാലും പിന്നെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ അനുവദിച്ച സർക്കാരോട് ഈ സമയത്ത് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. എത്ര പെട്ടെന്ന് ഒരു സ്പീഡി ട്രയൽ ചെയ്യേണ്ടതായിരുന്നു. കഴിഞ്ഞ മാർച്ച് 20-നാണ് ചൂരിയിലെ മദ്രസ അധ്യാപകനായ റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ കേൾകുണ്ടെ സ്വദേശികളായ 3 പേരും റിമാൻഡിലാണ്. ന്യൂസ് ഡെസ്ക് KCN. പരവനടുക്കത്ത് പ്രിയദർശിനി മന്ദിരത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങ് സംഘടിപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. പരവനടുക്കത്ത് നിർമ്മിക്കുന്ന പ്രിയദർശിനി മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മമാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചത്. ഇന്ത്യ വിഭജിച്ച് ഇന്ത്യൻ മണ്ണിൽ മറ്റൊരു രാജ്യം പറ്റില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ വാശിയിൽ തങ്ങളുടെ തെറ്റാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വപ്നം അത് തല്ലിക്കെടുത്തിയ ഇന്ദിരാജിയെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന തീവ്രവാദികളുടെ തീരുമാനത്തിൻ്റെ ഫലമാണ് രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി ഇന്ദിരാജി മരിച്ചു വീണത്. പരിപാടിയിൽ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ CL അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, CT അഹമ്മദ് അലി, നിർമ്മാണ കമ്മിറ്റി കൺവീനർ ബാബു മണിയങ്ങാനം, P ഗംഗാധരൻ നായർ, കരിച്ചേരി നാരായണൻ നായർ, K മൊയ്തീൻകുട്ടി ഹാജി, S സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. രാജേഷ് വധശ്രമ കേസിലെ പ്രതികൾ ലക്ഷ്യമിട്ടത് ഇരട്ടക്കൊലക്കേസിലെ പ്രതിയെ വധിക്കാനാണെന്ന് പോലീസിന് മൊഴി നൽകിയതായി സൂചന. സംഘത്തിലെ 4 പേരെയും പോലീസ് തിരിച്ചറിഞ്ഞു. അറസ്റ്റിലായ 3 പേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഒളിവിൽ പോയ മറ്റൊരു പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അതേസമയം കർണാടകയിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതികളെ ഏറെ ജാഗ്രതയോടെ പിന്തുടർന്നാണ് പോലീസ് പിടികൂടിയത്. മൊഗ്രാൽ പുത്തൂർ മജലിലെ രാജേഷിനെ കാറിടിച്ച് വീഴ്ത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അണങ്കൂർ ബദിര അടിയാന്തൊട്ടിയിലെ PA ഗൈസൽ, അണങ്കൂർ സ്വദേശി K ഹബീബ് റഹ്മാൻ, ചൌക്കി ആസാദ് നഗറിലെ താജുദ്ദീൻ തുടങ്ങിയവരെയാണ് CI അബ്ദുൾ റഹീമിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാസർഗോഡ് ഉപേന്ദ്രനെ കൊലപ്പെടുത്തിയതുൾപ്പെടെ 15ഓളം കേസുകളിൽ പ്രതിയാണ് ഗൈസലെന്ന് പോലീസ് പറഞ്ഞു. ഹബീബ് 5ഓളം കേസുകളിൽ പ്രതിയാണ്. DYFI പ്രവർത്തകനായ ചൌക്കിയിലെ മുഹമ്മദ് റഫീഖ്, തളങ്കരയിലെ ആബിദ് എന്നിവരെ വധിച്ച കേസിലെ പ്രതിയായ ഉദയനെ വധിക്കാൻ ലക്ഷ്യമിട്ടാണ് ഗൂഢാലോചന നടത്തിയതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകിയതായാണ് സൂചന. വിവിധ സ്ഥലങ്ങളിൽ പിന്തുടർന്നാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ കാസർഗോഡ് CGM കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക് KCN. തൊഴിൽ വേതനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിച്ച് CITUവിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ കാസർഗോഡ് ഭാരത് ബീഡി കമ്പനിയിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ 100 കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P രാഘവൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾക്ക് 2015-ൽ 1000 ബീഡിക്ക് ലഭിക്കേണ്ട 12 രൂപ 75 പൈസ DA ഇതുവരെയും വിതരണം ചെയ്തില്ല. 2017-ൽ അനുവദിച്ച DAയും തൊഴിലാളികൾക്ക് നൽകുന്നതിൽ കൃത്യതയില്ല. കരാറുകാർ മുഖേന മാനേജ്മെന്റ് തൊഴിലാളികളെ വഞ്ചിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് CITUവിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ഭാരത് ബീഡി കമ്പനിയിലേക്ക് മാർച്ച് നടത്തിയത്. CITU സംസ്ഥാന പ്രസിഡന്റ് P രാഘവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെൻറ് നയം, അതുപോലെ തന്നെ കോടതി വിധി, ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിലെ തൊഴിലാളികൾക്ക്, പിന്നെ ഇനീഷ് പീഡി തൊഴിലാളികൾക്കും ഇപ്പോൾ കൂലിയില്ലാതായി, അതുപോലെ ജോലിയില്ലാതായി. എന്നാൽ ഇപ്പോൾ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്
കേരള ദിനേശ് പീടിയെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റിൽ തന്നെ കാശ് നീക്കിവെക്കുകയും തൊഴിലാളികളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനടുത്തൊന്നും മുതലാളിമാരെത്തുന്നില്ല. ആ കൂലി കൊടുക്കുന്നില്ല, ആ DA കൊടുക്കുന്നില്ല, ആ ക്ഷേമനിധി കൊടുക്കുന്നില്ല, അതൊന്നുമില്ല. എന്നിട്ട് പോലും മുതലാളിമാർ കോടതിയിൽ സംബന്ധിച്ച മുതലാളിമാർ ഉദ്യോഗസ്ഥന്മാർ മുഖാന്തരം സംബന്ധിച്ചിട്ടുള്ള DA പോലും കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഒരു വസ്തുത. പരിപാടിയിൽ ടി മാധവൻ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ സെക്രട്ടറി K ഭാസ്കരൻ, V സുരേന്ദ്രൻ, K കുഞ്ഞിരാമൻ, P ജാനകി, നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. നൂറുകണക്കിന് തൊഴിലാളികൾ മാർച്ചിൽ പങ്കെടുത്തു. മഞ്ചേശ്വരത്തും കാഞ്ഞങ്ങാടും തൊഴിലാളികൾ ഭാരത് ബീഡി കമ്പനിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് KCN. എഞ്ചിനീയറിംഗ് പ്രവേശനവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ സംശയങ്ങൾ പരിഹരിക്കാൻ LBS എഞ്ചിനീയറിംഗ് കോളേജ് വേദിയൊരുക്കുന്നു. ജൂൺ 21 രാവിലെ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വിദ്യാർത്ഥികൾക്കായി ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ പരിഹരിക്കാനും സാധ്യതകൾ ഉപയോഗപ്പെടുത്താനുമുള്ള ട്രെയിനിംഗ് പ്രോഗ്രാമാണ് ജില്ലയിലെ ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെൻ്ററായ LBS എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്നത്. ജൂൺ 21 രാവിലെ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ വരുന്ന 21-ാം തീയതി മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. ആദ്യമായി കുട്ടികൾ ഓപ്ഷൻ എൻ്റർ ചെയ്യുമ്പോൾ വരുത്തുന്ന ഒരു പ്രശ്നം, ഈ വെബ്സൈറ്റുമായിട്ട് ഫെമിലിയറൈസ് അല്ലാത്ത കുട്ടികൾ എൻട്രി എങ്ങനെ ഇടണം, ചിലപ്പോൾ അവരുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് ഇതിനകത്ത് എൻട്രി കൊടുക്കുന്നത്. അപ്പം ഒരേ കോളേജിലുള്ള ഡിഫറെൻറ്റ് കോഴ്സുകൾക്ക് വ്യത്യസ്ത രീതിയിൽ ഓപ്ഷൻ കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യമായ കാര്യങ്ങളൊന്നും കുട്ടികൾ അറിയാതെ ചിലപ്പോൾ ഒരു കോളേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ 1, 2, 3 അങ്ങനെ കൊടുക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു വിഷയം ഒഴിവാക്കാൻ വേണ്ടി കൃത്യമായി ആ വെബ്സൈറ്റ് പരിചയപ്പെടുത്തുകയും ഓപ്ഷൻ എൻട്രി എങ്ങനെ ഇടണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുട്ടികൾക്ക് വിശദമായി പ്രതിപാദിച്ചു കൊടുക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സെഷൻ അതിനകത്തുണ്ടാവും. പരിപാടിയിൽ എഞ്ചിനീയറിംഗ് രംഗത്തെ വിദഗ്ധർ വിവിധ വിഷയങ്ങളെ അധികരിച്ച് ക്ലാസുകൾ എടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ പ്രവീൺ കോടോത്ത്, മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കുഞ്ചത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ വാരാചരണത്തിന് തുടക്കമായി. ജൂൺ 19 മുതൽ ജൂലൈ 7 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടി മഞ്ചേശ്വരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഹുസൈൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജൂൺ 19 മുതൽ ജൂലൈ 7 വരെ നീണ്ടു നിൽക്കുന്ന വായനാ ദിന പരിപാടികൾക്കാണ് കുഞ്ചത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായത്. മഞ്ചേശ്വരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഹുസൈൻ ಮಾಸ್ಟರ್ ಪರಿಪಾಡಿ ಉದ್ಘಾಟನೆ ചെയ്തു. ಕೇರಳ ರಾಜ್ಯದಲ್ಲಿ ಮಾತ್ರವೇ ಈ ರೀತಿಯಲ್ಲಿ ಕೇರಳ ಗ್ರಂಥಶಾಲಾ ಸಂಘಕ್ಕೆ ಅಥವಾ ಸ್ಟೇಟ್ ಲೈಬ್ರರಿ ಕೌನ್ಸಿಲ್ಗೆ ಸಂಘಟಿತವಾದಂತಹ ಜನಕೀಯವಾದಂತಹ ಒಂದು ಪ್ರಸ್ಥಾನ ಇರುವಂಥದ್ದು. ಭಾರತದ ಇತರ ರಾಜ್ಯಗಳಲ್ಲಿ ಈ ರೀತಿಯ ಸಂಘಟಿತವಾದಂತಹ ಗ್ರಂಥಶಾಲಾ ಪ್ರಸ್ಥಾನವನ್ನು ಕಾಣಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ಇಲ್ಲಿ ಪ್ರತಿ ಗ್ರಾಮಗಳಲ್ಲಿಯೂ ಕೂಡ ಗ್ರಂಥಾಲಯಗಳಿದೆ. 8111ನೇ ಗ್ರಂಥಾಲಯವಾಗಿ സ്കൂൾ പ്രിൻസിപ്പൽ അഗസ്റ്റിൻ ബർണാഡ് അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ ഖാദർ, ശശികല, പ്രമീള, പ്രകാശിനി തുടങ്ങിയവർ സംസാരിച്ചു. തൂമിനാട് അറബ് റൈഡേഴ്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ അൽസത്തഹ ജുമാത്ത് പള്ളിയിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. തൂമിനാട് അറബ് റൈഡേഴ്സ് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് തൂമിനാട് അൽസത്തഹ ജുമാത്ത് പള്ളിയിൽ ഇഫ്താർ സംഗമം നടത്തിയത്. 300ഓളം ആളുകൾ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. പെരുന്നാൾ രാത്രിയിൽ 150 കുടുംബങ്ങൾക്ക് ആവശ്യമായ പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്യാനും ക്ലബ്ബ് ആലോചിക്കുന്നുണ്ട്. ക്ലബ്ബ് മെമ്പർമാരായ സമ്മി, സമീർ, ഇവ്വാദ്, ഇല്യാസ് തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ബദിരയിൽ ഓവുചാൽ മണ്ണിട്ട് മൂടിയതായി ആരോപണം. ഇതോടെ രൂക്ഷമായ വെള്ളക്കെട്ട് നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് സംയുക്ത സമരസമിതി ആവശ്യപ്പെട്ടു. കാസർഗോഡ് നഗരസഭയിലെ ബദിരയിലെ ഓവുചാൽ മണ്ണിട്ട് മൂടിയതിനാൽ മഴവെള്ളക്കെട്ട് രൂപപ്പെട്ടുവെന്നാണ് മുസ്ലിം ലീഗ് സംയുക്ത സമരസമിതിയുടെ ആരോപണം. മഴക്കാലം തുടങ്ങിയതോടെ വെള്ളക്കെട്ട് കൃഷിനാശത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായെന്നും നീക്കം ചെയ്യണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കർഷകരുടെ പ്രശ്നം മാത്രമല്ല, ഒരു നാടിൻ്റെ പൊതുവായ വലിയ പ്രശ്നമാണ്. ആരോഗ്യ പ്രശ്നമുണ്ട്, കർഷകരുടെ പ്രശ്നമുണ്ട്. 3000-ഓളം കവുങ്ങ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മാത്രം ഉപജീവന മാർഗം നടത്തുന്ന കർഷകർ വളരെയധികം വിഷമിക്കും. 2 ആഴ്ചയൊക്കെ വെള്ളം കെട്ടി വന്നു കഴിഞ്ഞാൽ കമുകെല്ലാം ചത്തുപോകും. അപ്പോൾ ഇതിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നാളെ താലൂക്ക് ഓഫീസിൻ്റെ മുമ്പിൽ ഈ 11, 12, 14 വാർഡുകളിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ധർണ്ണ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ അബ്ദുൾ റഹ്മാൻ കുഞ്ഞി, CA മുഹമ്മദ് കുഞ്ഞി, ഹമീദ് ബദിര, CA അബ്ദുള്ള കുഞ്ഞി, BA കുഞ്ഞഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു.
കർഷക തൊഴിലാളി യൂണിയൻ സ്ഥാപക നേതാവ് PK കുഞ്ഞച്ചന് പിലിക്കോട് കണ്ണങ്കയിൽ സ്മരണാഞ്ജലി. യൂണിയന്റെ തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയായിരുന്ന കുഞ്ഞച്ചന്റെ 26ാം ചരമവാർഷികത്തിന്റെ ഭാഗമായാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, കേന്ദ്ര കമ്മിറ്റി അംഗം, സംസ്ഥാന ഭവന വികസന കോർപ്പറേഷൻ അംഗം, കർഷക തൊഴിലാളി യൂണിയന്റെ അഖിലേന്ത്യാ സെക്രട്ടറി എന്നീ നിലകളിലും 1ഉം 2ഉം നിയമസഭകളിലെ അംഗവുമായി പ്രവർത്തിച്ച PK കുഞ്ഞച്ചന്റെ 26ാം ചരമവാർഷിക ദിനത്തിലാണ് പിലിക്കോട് കണ്ണങ്കയിൽ അനുസ്മരണം നടന്നത്. കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് P. രാഘവന്റെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം MV ബാലകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചെറുപ്പക്കാരികൾ പ്രത്യേകിച്ച് IT രംഗത്തുള്ളവർ അന്നത്തെ ഫേസ്ബുക്കും ട്വിറ്ററും അതുപോലെ ഗൂഗിൾ എല്ലാം പരിശോധിച്ച് നോക്കിയാൽ എത്രമാത്രം സന്ദേശങ്ങളാണ് മോഡി തരംഗമായിട്ട് വന്നത്. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ അത്തരം ആളുകളുടെ ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും? അവർ പറയാണ്, ഞങ്ങൾ മടുത്തിരിക്കുന്നു, ഞങ്ങൾ നിരാശരായിരിക്കുന്നു. 3 വർഷത്തിന് മുമ്പ് മോഡി ഗവൺമെന്റ് പറഞ്ഞ ഞങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ, ഇവിടുത്തെ തൊഴിലാത്ത പടയെ രക്ഷിക്കുമെന്ന് പറഞ്ഞ മോഡി ഞങ്ങളെ ശിക്ഷിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ബഡായി പ്രസംഗം മാത്രമാണ്. ലക്ഷക്കണക്കിന് വരുന്ന നമ്മുടെ ചെറുപ്പക്കാരികൾ IT മേഖലയിൽ നിന്നും പുറന്തള്ളപ്പെടുകയാണ്. കർഷക തൊഴിലാളി യൂണിയൻ തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയാണ് ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചത്. C. ഭരതൻ, E. കുഞ്ഞിരാമൻ, P. കുഞ്ഞിക്കണ്ണൻ, M. നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. അജാനൂർ ചിത്താരി മത്സ്യബന്ധന തുറമുഖ നിർമ്മാണത്തിന് തുടർ സർവേ വേഗത്തിലാക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി. ഹാർബർ നിർമ്മാണം സജീവ പരിഗണനയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചതായി ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ. അജാനൂർ ചിത്താരി മത്സ്യബന്ധന തുറമുഖ നിർമ്മാണം തത്വത്തിൽ സർക്കാർ അംഗീകരിച്ച സാഹചര്യത്തിൽ തുടർ സർവേ വേഗത്തിലാക്കണമെന്ന് ആക്ഷൻ കമ്മിറ്റി നേതാക്കൾ ആവശ്യപ്പെട്ടു. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ കൂടിയായ മന്ത്രി E. ചന്ദ്രശേഖരന്റെ ഇടപെടൽ മൂലം തുറമുഖത്തിന്റെ സാധ്യതാ പഠനത്തിന് സർക്കാർ തുക അനുവദിച്ചിരുന്നു. 1ാം ഘട്ട സർവേ പൂർത്തിയായി കരട് റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. സർവേകൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് നേതാക്കൾ കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ, അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ, A. ദാമോദരൻ, AP രാജൻ, K. രാജൻ, രാമകൃഷ്ണൻ, PK കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ റിലീഫ് വിതരണം നടന്നു. ബേക്കൽ ഇന്റർനാഷണലിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ റിലീഫ് വിതരണം സംഘടിപ്പിച്ചു. മുസ്ലിം വെൽഫെയർ സൊസൈറ്റി രക്ഷാധികാരി മെട്രോ മുഹമ്മദ് ഹാജി റിലീഫ് വിതരണം ഉദ്ഘാടനം ചെയ്തു. P. മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ ചികിത്സാ ധനസഹായ വിതരണം നിർവഹിച്ചു. C. കുഞ്ഞാമത് ഹാജി പാലക്കി വിവാഹ ധനസഹായ വിതരണം നടത്തി. തായൽ അബ്ദുൾ റഹ്മാൻ ഹാജി ഭവന നിർമ്മാണ സഹായ വിതരണവും നിർവഹിച്ചു. തൊട്ടി സ്വാലിഹ് ഹാജി പുതുവസ്ത്ര വിതരണവും നിർവഹിച്ചു. ചടങ്ങിൽ K. മുഹമ്മദ് കുഞ്ഞി ഹാജി, C. മുഹമ്മദ് കുഞ്ഞി, ബഷീർ വെള്ളിക്കോത്ത്, MP ജാഫർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ പകർച്ചവ്യാധികൾ പെരുകുന്നു. 101 പേർക്ക് ജില്ലയിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ജാഗ്രത പാലിക്കാൻ ആരോഗ്യവകുപ്പിന്റെ കർശനമായ നിർദ്ദേശം. നെഹ്റുവിന്റെ വായനാശീലം കുട്ടികൾക്ക് പകർന്നുകൊണ്ട് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. മേലാങ്കോട്ട് ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ച ജില്ലാതല വായനാവാരം പരിപാടി മന്ത്രി ഉദ്ഘാടനം ചെയ്തു. റിയാസ് മൗലവി വധക്കേസിൽ പ്രതികൾക്കെതിരെ അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 89ാം ദിവസം തന്നെ കുറ്റപത്രം സമർപ്പിച്ചതിനാൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കില്ല. പരവനടുക്കത്ത് പ്രിയദർശിനി മന്ദിരത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങ് സംഘടിപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. രാജേഷ് വധശ്രമക്കേസിലെ പ്രതികൾ ലക്ഷ്യമിട്ടത് ഇരട്ടക്കൊലക്കേസിലെ പ്രതിയെ വധിക്കാനാണെന്ന് പോലീസിന് മൊഴി നൽകിയതായി സൂചന. പിടിയിലായ 3 പ്രതികളെയും കാസർഗോഡ് CGM കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.